الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് ഹൂദിലെ 92-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط. ഖാല, അദ്ദേഹം ചോദിച്ചു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഹ്തി, എൻ്റെ ബന്ധുക്കളാണോ, അഅസ്സു അലൈക്കും, നിങ്ങളുടെ മേൽ കൂടുതൽ പ്രതാപമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ വലിയവർ, മിനല്ലാഹി, അല്ലാഹുവിനേക്കാളും, വത്തഖൽതുമൂഹു വറാഅക്കും, അവനെ, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്കാക്കിയിരിക്കുന്നു, ളിഹ്രിയൻ, അവഗണിക്കുന്ന വിധത്തിൽ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ നാഥൻ, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, മുഹീത്ത്, വലയം ചെയ്തവനാണ്. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലും പിടുത്തത്തിലും അറിവിലുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാല, അദ്ദേഹം പ്രതികരിച്ചു, അദ്ദേഹം ചോദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഹ്തി, എൻ്റെ കുടുംബക്കാർ, എൻ്റെ സംഘം, എന്നെ സഹായിക്കുന്ന എൻ്റെ കൂടെയുള്ളവർ. റഹ്ത്ത് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ചെറിയ ഒരു സംഘം ആൾക്കാർ, കുടുംബമാണ് ഉദ്ദേശിക്കുന്നത്. അഅസ്സു അലൈക്കും, നിങ്ങളുടെ മേൽ കൂടുതൽ പ്രതാപമുള്ളവരാണോ, എൻ്റെ സംഘമാണോ, മിനല്ലാഹി, അല്ലാഹുവിനേക്കാളും, എൻ്റെ കൂടെയുള്ള എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബക്കാർ, അവരാണോ അള്ളാഹുവിനേക്കാൾ കൂടുതൽ വലിയവർ, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ പ്രതാപമുള്ളവർ അവരാണോ? വത്തഖൽതുമൂഹു, നിങ്ങൾ അവനെ ആക്കി തീർത്തിരിക്കുന്നു. ആരെ? അള്ളാഹുവിനെ. വറാഅക്കും, നിങ്ങളുടെ പിന്നിലേക്ക്, ളിഹ്രിയൻ, പുറന്തള്ളപ്പെട്ടവൻ. ളിഹ്രി, ലഹ്ർ എന്ന മുതുക്, പുറംഭാഗം എന്നൊക്കെയാണല്ലോ. അപ്പോൾ വത്തഖൽതുമൂഹു വറാഅക്കും ളിഹ്രിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ അവഗണിച്ച് തള്ളിയിരിക്കുന്നു. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, മുഹീത്ത്, വലയം ചെയ്തവരാണ്. അഹാത്ത, മുഹീത്ത്. വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി, നമ്മൾ ആയത്തുൽ കുർസിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, യുഹീത്തു, അതിൻ്റെ കർത്തൃനാമമാണ് മുഹീത്ത്. അപ്പോൾ ഇതൊരുപാട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിനെ നിങ്ങൾ അവഗണിക്കുക. അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ തൗഹീദിലേക്കും അതുപോലെ തന്നെ സാമ്പത്തിക നീതിയിലേക്കും സത്യസന്ധതയിലേക്കും ഒക്കെ വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെയാണ് നിങ്ങൾ തിരസ്കരിക്കുന്നത്, അള്ളാഹുവിനെയാണ് നിങ്ങൾ അവഗണിക്കുന്നത്, അള്ളാഹുവിനെയാണ് നിങ്ങൾ പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത്. പിന്നെ കുടുംബത്തെ നിങ്ങൾക്ക് വലിയ പേടി. അതികഠിനമായി ശിക്ഷിക്കുന്ന അള്ളാഹുവിനെ, അവൻ നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനാണ്. അവനെ ധിക്കരിക്കുന്നവരെ അവൻ അതികഠിനമായി ശിക്ഷിക്കും. അത് ഒരുപക്ഷെ ദുനിയാവിലായിരിക്കും, അല്ലെങ്കിൽ പരലോകത്തായിരിക്കും. അവനെ നിങ്ങൾക്കൊരു പേടിയില്ല. ഇതെന്താണ് നിങ്ങളുടെ നിലപാട്, എത്ര മോശമായത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നത്. ഖാല യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഹ്തി, റഹ്ത്ത് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരിക്കണല്ലോ, അത് ചെറു സംഘമാണത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായി അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ അവർ ദീൻ സ്വീകരിച്ചവരായിക്കൊള്ളണമെന്നൊന്നുമില്ല, ദീൻ സ്വീകരിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. ദീൻ സ്വീകരിച്ചവരെ സഹായിക്കുന്ന ആളുകൾ അവർ മുസ്ലിമീങ്ങളാകണമെന്നൊന്നുമില്ല, അല്ലാത്തവരുണ്ടാകും. ഇന്നുണ്ടാവും അങ്ങനെ ധാരാളം കണക്കിന് ആൾക്കാർ മുസ്ലിമീങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായിരുന്നു.
ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ. അപ്പോൾ ഇവിടെ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, അദ്ദേഹം ആ കുടുംബക്കാരനാണെന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ, അതാണ് റഹ്ത്വി എന്ന് പറഞ്ഞ സംഘം. റഹ്ത്വി എന്ന എൻ്റെ സംഘം, റഹ്ത്വി എൻ്റെ സംഘമാണ്. അതിനാണ് നമ്മൾ കുടുംബക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്നൊക്കെ അർത്ഥം പറഞ്ഞത്. അഅസ്സു അലൈക്കും മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ പ്രതാപമുള്ളവർ അവരാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വത്തഖൽതുമൂഹു വറാഅക്കും ളിഹിരിയ, അതൊന്നിച്ച് അവഗണിക്കുക അല്ലെങ്കിൽ നിസ്സാരനാക്കുക എന്നുള്ളൊരു പ്രയോഗമാണ്. വത്തഖൽതുമൂഹു വറാഅക്കും ളിഹിരിയ, അവനെ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത്തഖൽതും നിങ്ങൾ സ്വീകരിച്ചു, ഹു അവനെ, അള്ളാഹുവിനെ. വറാഅക്കും നിങ്ങളുടെ പിന്നിലേക്കാക്കിയിട്ടാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്. ളിഹിരിയൻ അവഗണിക്കുന്ന വിധത്തിൽ, അതാണ് മൊത്തത്തിൽ അവനെ അവഗണിക്കുക, അവനെ നിന്ദിക്കുക, അവനെ നിസ്സാരമാക്കുക എന്നൊക്കെയാണ് വത്തഖൽതുമൂഹു വറാഅക്കും ളിഹിരിയ എന്ന് പറഞ്ഞാൽ. ഇന്ന റബ്ബി, എൻ്റെ രക്ഷിതാവ്, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് മുഹീത്ത്, എല്ലാം വലയം ചെയ്തിട്ടുള്ളവൻ, അഥവാ അവൻ്റെ പിടുത്തത്തിലും അവൻ്റെ നിയന്ത്രണത്തിലും തന്നെയാണ് നിങ്ങളുള്ളത്. നിങ്ങൾ അവനെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുള്ള മൂഢഭാവമൊന്നും നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലും ആയിക്കൊണ്ട് തന്നെയാണ്. അതാണ് മുഹീത്ത്, അവൻ വലയം ചെയ്തവനാണ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മളെ തുണക്കുമാറാവട്ടെ. എന്നും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ സ്വീകരിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നാഥൻ നമ്മെ എല്ലാവരെയും ചേർത്ത് സഹായിക്കുമാറാവട്ടെ. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.